എൻ്റെ 299 രൂപ പോയ കഥയാണ്. അങ്ങനെ എല്ലാവരും വാങ്ങിക്കുന്ന കണ്ടിട്ട് വാങ്ങിച്ചൊരു പ്രൊഡക്റ്റാണ് കേട്ടോ ഇത്. ഒരു മാജിക് ഫണ്ണി ട്രീ എന്നാണ് ഇതിൻ്റെ പേര് കൊടുത്തേക്കുന്നത്. ഞാൻ അധികം വീഡിയോസിൽ കണ്ടത് ചെറി ബ്ലോസം ട്രീ ആണ് കണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ ഈ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ക്രിസ്മസ് ട്രീ ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിലുള്ള പോലെ പൂത്ത് വരുമോ നമുക്ക് നോക്കാമല്ലേ. ഞാൻ ആഗ്രഹിക്കുന്നത് നല്ലൊരു അടിപൊളി ക്രിസ്മസ് ട്രീ. അപ്പോൾ ക്രിസ്മസിന് വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഈ പാക്കറ്റിൽ എന്തൊക്കെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാർഡ്ബോർഡിൽ ഒരു ക്രിസ്മസ് ട്രീ ഉണ്ട്. അതിൻ്റെ ബ്രാഞ്ചസ് മാത്രമേ ഉള്ളൂ. ഒരു സ്റ്റാർ ഉണ്ട്, പിന്നെ ഒരു ബോൾ ചെയിൻ ഉണ്ട്, പിന്നെ കുറച്ച് ഗ്ലിറ്റേഴ്സ് ഉണ്ട്, പിന്നെ അത് ആ ഒരു ട്രീ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് പോലത്തെ ഒരു പാത്രമുണ്ട്. 2 പാക്കറ്റ് വാട്ടർ ഉണ്ട് കേട്ടോ. അതാണെന്ന് തോന്നുന്നു ആ മാജിക് വാട്ടർ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കാം. അങ്ങനെ ഈ 2 കാർഡ്ബോർഡ് പീസ് നമ്മൾ ഉള്ളിലേക്ക് ട്വിസ്റ്റ് ചെയ്ത് ആ സ്റ്റാൻഡിൽ ഫിറ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു ഗ്രീൻ പാത്രത്തിലേക്കാണ് നമ്മൾ ആ സാധനം ഒഴിച്ചു കൊടുക്കേണ്ടത്. എന്നാലും ഞാൻ ബ്രാഞ്ചസ് ഒക്കെ ഒന്ന് പിരിച്ചു വെച്ചു കേട്ടോ. ഇനി ഉണ്ടാവുകയാണെങ്കിൽ കുറച്ച് ഫ്ലഫി ആയിട്ട് ഉണ്ടായിക്കോട്ടെ വെച്ചിട്ട്. എന്നിട്ട് ഈ മാജിക് വാട്ടർ നമ്മളിങ്ങനെ മെല്ലെ ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ 24 hours വെയിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ടൈം സ്റ്റാർട്ട്സ് ആവും. എന്തായാലും എനിക്ക് നിങ്ങൾ അത്രയും ക്ഷമയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കും ഇതിൻ്റെ എന്തായി ഇതിൻ്റെ അവസ്ഥ എന്ന്. ആദ്യം തന്നെ നല്ല ഗ്രോത്ത് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എൻ്റെ ആകെ ഒരു ഡിസപ്പോയിൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആഗ്രഹിച്ചത് ഗ്രീൻ ട്രീ ആയിരുന്നു. പക്ഷേ ഇതെന്തോ ഒരുമാതിരി ഉപ്പ് എടുത്ത് കട്ടിയൊക്കെ വെച്ച പോലെ ഉണ്ട്. അത് ഉപ്പ് ട്രീ ആണെന്ന് തോന്നുന്നു. ഇതാണ് സാൾട്ട് മാംഗോ ട്രീ. എനിക്കെന്തോ തീരെ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. 24 hours വെച്ചാൽ കുറച്ചുകൂടി തിക്കായിട്ട് വളർന്നേനെ. പക്ഷേ എനിക്ക് എൻ്റെ ഒരു ക്ഷമയില്ലായ്മ എന്നെ അപ്പം തന്നെ രാത്രി തന്നെ എടുത്ത്, അതുമല്ല നമ്മൾ ഈ വളരുന്നതിനനുസരിച്ച് അതിൽ ഓരോ ആ ഒരു വൈറ്റ് സാധനം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വെച്ചാൽ നാളത്തേക്ക് ആകുമ്പോഴേക്കും വീഡിയോ എടുക്കുന്നതിന് മുന്നേ ഇത് മൊത്തം വീണു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്ന് തന്നെ എന്തായാലും ഡെക്കറേറ്റ് ചെയ്യാന്ന് വെച്ചത്. അപ്പോൾ ഞാൻ വെച്ചാൽ ഇനിയിപ്പോൾ ഇത് മൊത്തം ആയി കഴിഞ്ഞിട്ട് ഞാൻ സ്റ്റാർ ഫിറ്റ് ചെയ്യുന്ന സമയത്ത് അത് മൊത്തത്തിൽ കൊളായാലോ എന്ന് വെച്ചിട്ട് ഞാൻ ആദ്യം സ്റ്റാർ വെച്ചത്. പക്ഷേ അത് അതിലും വലിയ പ്രശ്നമായി. ആ സ്റ്റാർ വരെ മൂടിയിട്ടാണ് അതുണ്ടായത്. പിന്നെ ഉള്ളത് വെച്ച് ക്രിസ്മസ് പോലെ എന്ന് പറയുന്ന പോലെ കുറച്ച് ഗ്ലിറ്ററും പോകും. പിന്നെ ആ ബോൾ ചെയിൻ ഒന്ന് ഫിറ്റ് ചെയ്യാൻ നോക്കി എൻ്റെ മോനെ. ഉള്ള ട്രീ മൊത്തം പോയേനെ ഇപ്പോൾ. എന്തായാലും ആകെ മൊത്തം കുളമായി. ഒരു 299 റുപ്പീസാണ്. വെള്ളത്തിലായി എന്ന് അല്ല പൊടിയിലായി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ആ വൈറ്റ് സാധനം കയ്യിലെടുത്ത് തോണ്ടി നോക്കുക. ഇങ്ങനത്തെ എന്തൊക്കെയോ ഹോബികളാണ് ഇതൊക്കെയാണ്. എന്താണ് സംഭവം എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഭയങ്കര ആഗ്രഹം തോന്നില്ലേ. അങ്ങനെ ഞാനതെടുത്ത് ഒരു നൈഫ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തോണ്ടി നോക്കി. പക്ഷേ ഒരു എന്താ പറയുക, ഒരു പൊടി പോലെ അലിഞ്ഞലിഞ്ഞു പോകും. അപ്പം നമ്മൾ പറഞ്ഞു വന്നത്